പറഞ്ഞു വിട്ടത് എന്റെ കുഞ്ഞിനെ പോയി അപ്പുറത്തുനിന്ന് പാത്രം മേടിച്ചിട്ടു അവർക്ക് വേണം ഇവിടെ കൊച്ചു ടി വി കണ്ടോണ്ടിരിക്കുന്നത്. ഇവിടെ പട്ടി വന്നപ്പോ ഞാൻ അവിടുത്തെ പൊടി കുഞ്ഞിനെ കടിക്കുമെന്ന് കേട്ടിട്ട് ഇവിടെ നോട്ടിച്ചിട്ട് കറങ്ങിപ്പോയി എന്റെ കുഞ്ഞിനെ കടിച്ചത്. എനിക്ക് പറ്റും. രാത്രി കഥ അടച്ചു കഴിഞ്ഞാൽ ഒരു 10-30 പട്ടികളിനാ കൊഴുത്തത്. ഞാൻ മേലെ വേസ്റ്റ് ഇടുന്നു. ആ വഴിയിൽ കഴിഞ്ഞ മാസം ഞാൻ മോളെ പട്ടി കടിച്ചു കഴിഞ്ഞതിന് ശേഷം റോഡിൽ വാട ചെന്ന് നോക്കിയപ്പോൾ അതിൻ്റെ പുറത്തൂടെ പോലീസ് ജീപ്പ് പോകുന്നു. എന്നിട്ടും ആർക്കും ഒരു മൈൻഡും ഇല്ല. മഴവെള്ളം വരുമ്പോൾ മേലെ ചാലിൽ കണക്കിനാ കൊണ്ടുവന്ന് വേസ്റ്റ് വെള്ളുന്നത്, മീണ്ടതും എല്ലാം. അത് തിന്ന് അവസാനം എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി. എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ കാണണം, വെന്റിലേറ്ററിന്റെ അവസ്ഥ. ഓരോ മെഷീനും റെഡ് ലൈറ്റ് അടിക്കുമ്പോ എന്റെ പ്രാണം മേലെ കയറും. ചൂട് കുറയാതെ ഇങ്ങനെ കിടക്കുമായിരുന്നേ. അയ്യോ, തടഞ്ഞു. ഇനി ആ ശരീരത്തിന് പൈപ്പിടാൻ സ്ഥലമില്ലായിരുന്നു. എന്റെ പൊന്നുമോൾക്ക് ഇങ്ങനെ കിടക്കുമോന്ന് ഞാൻ വിളിച്ച് മെമ്പറിനോട് പറഞ്ഞപ്പോ പറയാം, പട്ടി കൊല്ലം പഞ്ചായത്തിൽ നിയമമില്ല. എന്നെ കൊല്ലം നിയമം ഉണ്ടായി പോയില്ല. എന്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞില്ലേ. ഈ ഒരു അമ്മയുടെ നെഞ്ചു പൊട്ടിയുള്ള കരച്ചിൽ കേൾക്കുന്ന സമയത്ത് മനുഷ്യനായി പിറന്ന ഒരാൾക്കും സത്യത്തിൽ ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. ആ അമ്മ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിവരയിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. അവർ ചോദിക്കുന്നത് കൃത്യമായിട്ട് നമ്മുടെ ഈ പറഞ്ഞ സർക്കാരിനോടാണ്, പ്രതിപക്ഷത്തോടാണ്, ആരോഗ്യ വകുപ്പിനോടാണ്, പഞ്ചായത്തിനോടാണ്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളോടാണ്. അതിലപ്പുറത്തേക്ക് ഈ സമൂഹത്തിൽ നിലകൊള്ളുന്ന ഞാനടക്കമുള്ള ഓരോ മനുഷ്യരോടുമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതുപോലുള്ള വേസ്റ്റുകൾ പുറത്ത് കൊണ്ട് കൂട്ടിയിടുന്നതിൽ ഈ പറയുന്ന ആൾക്കാരുടെ പങ്കുമുണ്ടെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ആ അമ്മ പറയുന്ന കുറേയധികം കാര്യങ്ങൾ ആരോടാണ് പറയേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത് പഞ്ചായത്തിനോട് പറയുന്ന സമയത്ത് തെരുവ് നായകളെ കൊല്ലാനുള്ള ഒരു നിയമവും പഞ്ചായത്തിന് അധികാരവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം കുട്ടികളെ കൊല്ലാനുള്ള എന്തെങ്കിലും നിയമം പട്ടിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും സമർപ്പിച്ച് വെച്ചിട്ടുണ്ടോ? ഇതുപോലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് പട്ടിയെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മൃഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്ന സമയത്ത് മേനകാന്തിയെ പോലുള്ള ആൾക്കാർ ഇറങ്ങുന്ന സമയത്ത് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറയുന്നത് മൃഗസംരക്ഷണം അല്ലെങ്കിൽ മൃഗത്തിനോട് സ്നേഹം തോന്നുക നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ആ മൃഗത്തിനോട് തോന്നുന്ന സ്നേഹത്തിന്റെ ഒരംശമെങ്കിലും മനുഷ്യ സ്നേഹമായിട്ട് കാണിക്കേണ്ട ഒരു കാര്യമില്ലേ? ഒന്നുകിൽ മേനകാഗാന്ധി എന്ന് പറയുന്ന വ്യക്തി കൃത്യമായിട്ട് ഇതിന് മുന്നൊരു ഫോം ഓഫ് മിനിസ്റ്റർ ആയിട്ടുള്ളതാണ് വ്യക്തിയാണ്. അത് ഈ പറയുന്ന വിമൻ ആൻഡ് ഈ പറയുന്ന ചൈൽഡ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന മിനിസ്റ്ററാണ്. അപ്പം അവര് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത്, കാരണം ഇത് എടുത്തു പറയാനുള്ള കാരണം കുറച്ച് 3 മാസങ്ങൾക്ക് മുമ്പ് ഒരു കടുവ, നരഭോജി കടുവയുടെ ഒരു വാർത്ത വരുന്ന സമയത്ത് അതിനെ കൊല്ലുന്നതിനെതിരെയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലുള്ള ആൾക്കാരോ മൃഗസ്നേഹം നിങ്ങൾ കൊണ്ടുവരും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയുള്ള പദ്ധതികൾ ഇവിടെ ഓരോ സ്ഥലങ്ങളിലും കൃത്യമായിട്ട് നടപ്പിലാകുന്നുണ്ടോ? അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കും. കാരണം ഈ പട്ടികളെ കൊണ്ട്, ഈ തെരുവുനായകളെ കൊണ്ട് ഒരു സ്ഥലത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ഒരു ബൈക്കിൽ പോയി കഴിഞ്ഞാൽ ഓരോ ലൊക്കാലിറ്റി എത്തുന്ന സമയത്ത് 8, 10, 11 നായകളാണ് ഈ പറയുന്ന ഒരു സ്ഥലങ്ങളിൽ കിടന്ന് കടിപിടി കൂടുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സമയത്ത് പല വണ്ടികളും ആക്സിഡന്റ് ആയി മരിക്കുന്ന അവസ്ഥകൾ പോലെ വരുന്നതെന്ന് പറയുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് ആർക്കും പറയാനില്ല, ഒന്നുമില്ല. ഒരു സമയത്ത് നമ്മുടെ സർക്കാർ തന്നെ പറഞ്ഞ കാര്യം, തെരുവ് നായകൾക്ക്, മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം കൊടുത്താണ് ഇതുപോലെ പെരുകി ഇതുപോലെ ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. പഞ്ചായത്തിന് കൃത്യമായിട്ട് നിയമമുണ്ട്. അതായത് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ഈ പറഞ്ഞ 166 സെക്ഷൻ പ്രകാരം കൃത്യമായിട്ട് ഇതിന്റെ കാര്യങ്ങൾ പഞ്ചായത്തുകാർ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളൊക്കെ നോക്കേണ്ട കാര്യങ്ങളാണ്. തെരുവ് നായ ഒരു പഞ്ചായത്തിൽ കൂടുതലായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ പരാതി കൊടുക്കേണ്ടത് പഞ്ചായത്തിൽ തന്നെയാണ്. അവർ അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കേണ്ട ആൾക്കാർ തന്നെയാണ് അതിന്റെ കാര്യങ്ങൾ. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഒരു നിയമം നിലനിൽക്കുന്നുണ്ട്. അതിലപ്പുറത്തേക്ക് ഓരോ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി തന്നെ ഉണ്ടാവേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പഞ്ചായത്തിൽ ഇതുപോലെ തെരുവുനായ ശല്യം ഉണ്ടാവുന്ന സമയത്ത്, കൂടുതലാവുന്ന സമയത്ത് ഇതിനെയൊക്കെ പിടിച്ചുകെട്ടി ഇതിനെയൊക്കെ മറ്റു സ്ഥലങ്ങളിലേക്ക് സംരക്ഷിക്കുക അല്ലെങ്കിൽ വളർത്തുന്നതിനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമുണ്ട്. അതിലപ്പുറത്തേക്ക് ഇതിനെയൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുക എന്നുള്ളത്, ഇതിന്റെ എണ്ണം കൂടാതിരിക്കാൻ, ഇതും ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ എവിടെ നടക്കുന്നു, ഇവിടേക്ക് ഇത്തരത്തിലുള്ള ഒരു കമ്മിറ്റി ഉണ്ടോ എന്ന് പോലും അറിയാത്തൊരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വാ മൂടി കിട്ടുന്ന ഉത്തരങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞത്. പിന്നെ പറയാൻ പറ്റുന്നൊരു കാര്യം, പഞ്ചായത്ത് ഇതിന്റെ കാര്യങ്ങളൊന്നും ഏറ്റെടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ ഉത്തരവാണിതെന്ന് പറയുന്നത്. കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നേരെ നമുക്ക് പരാതി കൊടുക്കാൻ പറ്റുന്നത് കളക്ടറേറ്റിലാണ്. കളക്ടർ ഇതിന്റെ കാര്യങ്ങൾ നോക്കേണ്ട ആൾ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതുപോലെ കുറേയധികം കാര്യങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് പട്ടിക്ക് വേണ്ടി ഈ പറയുന്ന വാവിട്ട് അലയ്ക്കുന്ന
ആൾക്കാർക്ക് ഈ ഒരു അമ്മയുടെ കണ്ണീരിന് മുന്നിൽ ഒരു മറുപടിയും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇതുപോലെ നിയമമില്ല പട്ടിയെ കൊല്ലാൻ നിയമമില്ലെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരുണ്ട് ഇവിടെ ഒന്നുകിൽ ഈ സർവേ ഒരുപാട് കാര്യങ്ങൾക്ക് സർവേ ചെയ്യുന്നുണ്ട്, ഇതിനും സർവേ നടത്തുക. അതായത് ഓരോ വീടുകളിലും പഞ്ചായത്തിന് അനുസൃതമായിട്ട് ഓരോ വീടുകളിലും കയറി എത്ര പട്ടികളെ വളർത്തുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് അതിന്റെ ഈ പറയുന്ന ബാക്കി കാര്യങ്ങളും എല്ലാം കുത്തിവയ്പ്പും കാര്യങ്ങളും എല്ലാം പ്രതിരോധ കുത്തിവയ്പ്പും എല്ലാം കൃത്യമായിട്ട് നടത്തുന്നുണ്ടോ, ഇതിന്റെയൊക്കെ കാര്യങ്ങൾ അവർ നോക്കേണ്ട കാര്യങ്ങളാണ്. അതിലപ്പുറത്തേക്ക് ഒരു പക്ഷേ 6 മാസമോ അല്ലെങ്കിൽ ഈ പറയുന്ന 3 മാസമോ കൂടുമ്പോ അല്ല, 1 വർഷം കൂടുമ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് ആ രേഖകളുമായി ബന്ധപ്പെട്ട് നോക്കിക്കൊണ്ട് കയറിയ വീടുകളിൽ തന്നെ നോക്കുക അവിടെ ആ പട്ടി ഉണ്ടോ എന്നുള്ള കാര്യം. കാരണം കുറെ എണ്ണങ്ങൾ ഇതുപോലെ പട്ടികളെ വളർത്തിയിട്ട് എന്തോ ഒരു ഫാഷൻ ഷോയ്ക്ക് വേണ്ടി നടത്തിയിട്ട് പിന്നെ നോക്കാൻ പറ്റാതാവുന്ന സമയത്തേക്ക് അഴിച്ചങ്ങ് വിടും. ഇതുപോലുള്ള പട്ടികളുടെ എണ്ണം കൂടി പെരുകി അതൊക്കെ പ്രസവിച്ച് കൂട്ടി തന്നെയാണ് ഇതുപോലെയുള്ള ജന്തുക്കള് സാധാരണ കുഞ്ഞുങ്ങളെ കടിച്ച് കീറി കൊല്ലുന്നത്. ഈയിടെയായിട്ട് എത്ര വാർത്തകളാണ് കണ്ടുകൊണ്ട് ഇപ്പൊ 4ാമത്തെ കുഞ്ഞാണ് ഈ മരിച്ചതെന്ന് പറയുന്നത്. അപ്പം ആ 7-8 വർഷം ഒരമ്മ അച്ഛൻ അത്രയും അത്രയും സ്നേഹത്തോടെ പെറ്റ് പോറ്റ് വളർത്തി ഇത്രയും വലുതാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ആ കുഞ്ഞില്ലാതാവുന്ന സമയത്ത് അനുഭവിക്കുന്ന ഒരു ശൂന്യതയുണ്ട്. ആ ശൂന്യതയ്ക്ക് ഇനി ഏത് ഈ പറയുന്ന പട്ടി സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മൃഗസ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പകരം വെക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യാനുള്ള നിയമവും ബാക്കി കാര്യങ്ങളും ഒക്കെ ഇവിടെ നിലനിൽക്കുന്ന സമയത്ത് അതിനങ്ങോട്ട് ആർക്കും പറ്റുന്നില്ല. അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ശത്രുക്കളാക്കി മാറ്റുന്ന അവസ്ഥയിലേക്കൊക്കെ പോകുന്നു. ആ അമ്മ പറഞ്ഞ കുറേയധികം വാക്കുകളുണ്ട്. ഇവിടെ ഇങ്ങനെ വേസ്റ്റ് കൂട്ടിയിടലെന്ന് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിട്ടവരൊക്കെ ഇതിന്റെ പിന്നിലുള്ള ആൾക്കാർ തന്നെയാണ്. ഈ ഒരു കുഞ്ഞിന്റെ മരണത്തിൽ അതിന്റെ പാപഭാരം ചുമക്കേണ്ട ആൾക്കാർ തന്നെയാണ്. കാരണം ഇതുപോലെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെ വേസ്റ്റും ബാക്കി കാര്യങ്ങളും. അമ്മ പറഞ്ഞ മറ്റൊരു കാര്യം, ആ വേസ്റ്റിന്റെ മുകളിലൂടെയാണ് പോലീസ് ജീപ്പ് അടക്കം കടന്നുപോയെന്ന് പറയുമ്പോഴത്തേക്ക് ഈ നിയമപാലകരൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ എത്രമാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നൊരു കാര്യം കൂടെ ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ്. കാരണം നമ്മൾ എത്രയോ വാർത്തകളാണ് നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. വെളിയിലേക്ക് ഇറങ്ങുന്ന അമ്മമാരെ അച്ഛന്മാരെയൊക്കെ ഈ പറഞ്ഞ കടിച്ച് കീറുന്ന തരത്തിലേക്ക് കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് സൈക്കിളിന് പിന്നാലെ വരെ ഓടി അതിനൊക്കെ തള്ളിയിട്ട് അതിൻ്റെയൊക്കെ മണ്ടയ്ക്ക് കയറി നിന്ന് കടിച്ച് തിന്നുന്നത് പോലെ അത്രയും നിഷ്ക്രൂരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പട്ടികളെ പട്ടി സ്നേഹത്തിന്റെ പേരിൽ ഭയങ്കരമായിട്ട് അതിനുവേണ്ടി വാ പൊളിക്കുന്ന കുറേയധികം ആൾക്കാർ, ഭയങ്കര സ്നേഹം വളർത്തുന്ന പ്രവർത്തകര്, ഇതുപോലുള്ള കുഞ്ഞുങ്ങൾ മനുഷ്യജീവൻ ഇല്ലാതാവുന്ന സമയത്ത് ഒരു വാക്ക് പോലും ഉരിയാടാവാൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടെന്ന് മാത്രം മനസ്സിലാവാത്തൊരു കാര്യമാണ്. അതായത് പട്ടിക്കും മൃഗങ്ങൾക്കും കിട്ടുന്ന സംരക്ഷണം പോലും ഇവിടെ മനുഷ്യന് കിട്ടുന്നില്ലേ എന്നൊരു ക്വസ്റ്റ്യനാണ് ഇവിടെ ഉയർന്നു വരുന്നതെന്ന് പറഞ്ഞത്. അപ്പം ആ അമ്മയ്ക്ക് കൊടുക്കേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട്. അതിലപ്പുറത്തേക്ക് ഇതുപോലെയുള്ള പേപ്പട്ടി വിഷബാധ ഉണ്ടാവുന്ന സമയത്ത് അതിനൊരു വാക്സിൻ എടുത്തിട്ടും കൃത്യമായിട്ട് അതിനൊന്നും എന്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ മരിക്കുന്നു എന്നൊരു സംഭവം ഇത് നോക്കേണ്ട കാര്യമാണ്. ഇതുമായിട്ട് ഒരുപാട് ചർച്ചകൾ നടന്നു. പക്ഷെ ഈ പറഞ്ഞ ആരോഗ്യവകുപ്പ് അടക്കമുള്ള ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു കുഴപ്പമില്ല. ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് കടിക്കുന്ന സമയത്ത് ആ പട്ടിയിലുള്ള വൈറസ് എന്ന് പറയുന്നത് എത്തരത്തിലാണ്, ആഴത്തിലാണോ കടിക്കുന്ന ആളുടെ ദേഹത്ത് ആഴത്തിലാണോ കയറുന്നത്, കടി ഏൽക്കുന്നത്, അതിലപ്പുറത്തേക്ക് നരമ്പിലൂടെ എത്രത്തോളം കടക്കുന്നു, ഇതിനനുസരിച്ചാണ് അതിൻ്റെ ഒരു വാക്സിൻ എടുത്താലും പിന്നെ അതിന്റെ ബാക്കി കാര്യങ്ങൾ വരുന്ന തരത്തിലാണ്. ഇപ്പം ഈ ഒരു കുഞ്ഞിന്റെ കാര്യം പറയുന്ന സമയത്ത് കൈമുട്ടിലാണ് കടിയേറ്റത്, അതിൽ നരമ്പ് പോലും വെളിയിൽ കണ്ട അവസ്ഥയിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അത്രയും ആഴത്തിലേക്ക് കടിച്ചിട്ടുണ്ട്, നരമ്പിൽ നേരിട്ട് കടിയേറ്റിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ വൈറസുകൾ നേരെ തലച്ചോറിലേക്ക് അതിവേഗത്തിൽ കടന്നു ചെന്നിട്ടുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന 3 വാക്സിൻ അടക്കം എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന സമയത്ത് എന്നിട്ടും അതങ്ങോട്ട് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ അമ്മ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഇത് ഹെൽത്ത് സെന്ററിലും ബാക്കി കാര്യങ്ങളിലും ഇതിന്റെ യാതൊരു തരത്തിലും ആ അമ്മയ്ക്ക് ഈ അരമണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്നു അടുത്ത ആശുപത്രിയിലേക്ക് പോയിട്ട്. ആ ആശുപത്രിയിൽ പോയതിനു ശേഷം പിന്നെ ചെയ്ത കാര്യങ്ങൾ ഈ പേപ്പട്ടി അല്ലെങ്കിൽ പട്ടി കടിച്ച് ഇത്രയും അവസ്ഥയിലേക്ക് വന്നെത്തിയ കുഞ്ഞിനെ ഡ്രസ്സ് ചെയ്യാതെ അപ്പുറത്തിരുന്ന, അപ്പം അത്രയും ആൾക്കാരെ നമ്മുടെ ഈ പറയുന്ന ഹോസ്പിറ്റലുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ജോലിക്കാർ ഉള്ളോ, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഈ പറയുമല്ലോ മാലാഖമാരാണ് ഈ പറയുന്ന നേഴ്സുമാരെന്ന് പറയുന്ന സമയത്ത് ആ അമ്മ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ആ മറ്റൊരു ആൺകുട്ടി കൂടെ അവിടെ ഉണ്ടായിരുന്നു, എന്തോ മുറിഞ്ഞു വന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയെ നോക്കിക്കഴിഞ്ഞ് കെട്ടി ഡ്രസ്സ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ കുഞ്ഞിലേക്ക് വരുന്നതെന്ന് പറയുന്നത്. അപ്പം ഈ സ്വാഭാവികമായിട്ടും ഇത്രയും കാലതാമസം എടുക്കുന്ന സമയത്ത് ഈ വൈറസിന് ശരീരത്തിലേക്ക് കടക്കാനുള്ള എല്ലാ സാധ്യതകളും കൂടുന്ന സമയത്ത് ഇതൊക്കെ നോക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം അവരവരുടെ ഡ്യൂട്ടി, കാരണം അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങളാണ്. ആർക്കാണിപ്പം ഒരാൾക്ക് കാല് ചെറുതായിട്ട് മുറിഞ്ഞു വന്ന ഒരു വ്യക്തിയും തല പൊട്ടി വരുന്ന വ്യക്തിയിലും ഇതിൽ 2 പേർക്ക് ആർക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മളെക്കാളും നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണല്ലോ അവരെന്ന് പറയുന്നത്. അപ്പം പേപ്പട്ടിയാണോ അല്ലെങ്കിൽ പട്ടി കടിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മളത് നോക്കേണ്ട കാര്യം തന്നെയാണ്. പേപ്പട്ടി വിഷബാധയാണോ? കാരണം ഈ പറയുന്ന തെരുവിൽ നിന്ന് കടിക്കുന്ന നായകളിൽ നമുക്ക് അപ്പം തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിൽ ഏതൊക്കെ ഈ പറഞ്ഞ പേ ഉണ്ടാവും ഇല്ലാതിരിക്കും എന്നുള്ള കാര്യം. കാരണം ഇപ്പോൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് മനുഷ്യരെക്കാളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ലൊക്കാലിറ്റി പോയി നോക്കുന്ന
സമയത്ത് 10-15 രാത്രി കാലങ്ങളിൽ ഇങ്ങനെ കിടന്ന് അലയുന്നത് കാണാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഞാൻ പോയിട്ട് വരുന്ന സമയത്ത്, ഒരു സ്ഥലത്ത് പോയിട്ട് വരുന്ന സമയത്ത് രാത്രിയിൽ ഞങ്ങൾ വരുന്ന സമയത്ത് ഒരു വീട് താമസിക്കാൻ ആളില്ലാത്ത ഒരു അപ്പൂപ്പൻ ആണെന്ന് തോന്നുന്നു കടത്തിണ്ണയിൽ എന്തോ കിടക്കുമായിരുന്നു. ആ കിടന്ന സമയത്ത് ആ ഒരു അപ്പൂപ്പനെ പട്ടികളെല്ലാം കൂടി 4-5 പട്ടികളുണ്ട്, അതെല്ലാം കൂടെ കിടന്ന് കുരയ്ക്കുന്നു. ഈ അപ്പൂപ്പൻ മാറി അവിടുന്ന് പോകുന്നു, അങ്ങോട്ട് പോകുന്നു. എന്നിട്ട് കല്ലെടുത്ത് ഓട്ടിക്കാനൊക്കെ നോക്കുന്ന സമയം, നല്ല മഴയൊക്കെ ആയിട്ടുള്ള ഒരു സമയമാണ്. അപ്പം ഇങ്ങനെ കുറേയധികം കാഴ്ചകൾ നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പം പട്ടികൾക്ക് സംരക്ഷണം, ഒന്നുകിൽ പട്ടികളെ പിടിച്ചു കെട്ടി അതിനെയൊക്കെ പുനരധിവസിക്കാനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ അത് ചെയ്യുക അറ്റ്ലീസ്റ്റ്. അല്ലെങ്കിൽ ഇതിനെയൊക്കെ കൊല്ലാനുള്ള കാര്യങ്ങൾ, അതിൻ്റെ നിയമം ഉണ്ടാക്കുക. കാരണം മനുഷ്യനെ കൊല്ലുന്നവരെ കൊല്ലാതിരിക്കാനുള്ള നിയമമൊക്കെ ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളെങ്കിലും കൊണ്ടുവരാൻ കഴിയില്ലേ? കാരണം മനുഷ്യരെക്കാളും കൂടുതൽ ഇനി മനുഷ്യരെ മൊത്തം കൊന്നൊടുക്കിയിട്ട് മൃഗങ്ങളാണോ ഇവിടെ വാഴേണ്ടുള്ള കാര്യം എന്ന് തോന്നിപ്പോകുന്നൊരു കാര്യമാണ്. കാരണം ആ അമ്മയുടെ ആ കണ്ണീര് കാണുന്ന സമയത്ത് ഇത്രയെങ്കിലും പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു അമ്മയായിട്ടുള്ള എനിക്ക് കുറച്ചെങ്കിലും ഈ പറയുന്ന ഉളുപ്പില്ലാത്തൊരവസ്ഥയിലേക്ക് പോവില്ലേ? ആ അമ്മ കരയുന്ന സമയത്ത് നമ്മുടെ അമ്മമാരായിട്ടുള്ള ഓരോ ആൾക്കാരുടെ നെഞ്ച് പെടയുന്ന ഒരു അവസ്ഥയാണ്. കാരണം നമ്മുടെ മക്കളും ഇതുപോലത്തെ അവസ്ഥയിലൂടെ കടന്നു പോകാൻ ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം കുട്ടികൾക്ക് ഈ പറയുന്ന വീട്ടിന് വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ, വീട്ടിലേക്ക് കയറി കടിക്കുന്ന പട്ടികളുടെ എണ്ണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിനെക്കുറിച്ച് നടപടി എടുക്കേണ്ടത് പഞ്ചായത്തും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ഒക്കെ തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതിനുവേണ്ടി ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി പോലും ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും ഉണ്ടായിരിക്കേണ്ട അവസ്ഥയിൽ എവിടെയൊക്കെ ഇത് പ്രവർത്തിക്കുന്നു, എവിടെയൊക്കെ ഇത് പ്രവർത്തിക്കുന്നില്ല. ഈ പറയുന്ന പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇപ്പം മൗനമായിട്ട് ഇരിക്കുന്നതിന്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് വാക്സിൻ എടുത്തിട്ട് കുട്ടികൾ മരിക്കപ്പെടുന്നത്? ഇതിനെക്കുറിച്ചൊക്കെ ഉത്തരവാദിത്തം ബോധത്തോടുകൂടി ഉത്തരം പറയേണ്ട ബാധ്യത നമ്മുടെ സർക്കാരിന് മാത്രമല്ല പ്രതിപക്ഷത്തിനും ഉണ്ട്. കാരണം പ്രതിപക്ഷം പിന്നെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറയുന്നത്? വെറുതെ സർക്കാർ പറയുന്ന കാര്യങ്ങളെ എതിർക്കാൻ വേണ്ടി മാത്രമല്ല നമുക്കൊരു പ്രതിപക്ഷം വേണ്ടതെന്ന് പറയുന്നത്. നമുക്ക് കിട്ടാതിരിക്കുന്ന അവകാശങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സംസാരിക്കേണ്ട ആൾക്കാരാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത്. അപ്പം അവരും ഇതിന് ഉത്തരം പറയേണ്ട ആൾക്കാർ തന്നെയാണ്.